Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഈ ഒരു വീഡിയോയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം പാർട്ട് എയില് നമ്മൾ എന്തായാലും റിഡംഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും, കമ്പൽസറി ആയിട്ട് പഠിക്കുക. ഈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെയും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെയും ഇതിൻ്റെ മെത്തേഡ്സ് അതും നോക്കി വയ്ക്കുക. 2 മാർക്സിൻ്റെയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോണസ് ഷെയർസ് എന്താണ്, റൈറ്റ് ഷെയർസ് റൈറ്റ് ഇഷ്യൂ എന്താണ്, അതുപോലെ തന്നെ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണ്. ഈ മൂന്നിൻ്റെയും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കണം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയും എടുത്ത് ചോദിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് സർക്കംസ്റ്റാൻസസ് എടുത്ത് ചോദിക്കാറുണ്ട്. അത് ബോണസ് ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ബോണസ് ഷെയർസിൽ നമുക്ക് സെപ്പറേറ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ചോദ്യമാണ്. സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് നിർബന്ധമായും പഠിച്ചു വെക്കുക കേട്ടോ. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ സർക്കംസ്റ്റാൻസസ് for issuing bonus shares ഓക്കെ. ബോണസ് ഷെയർസിൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം ഉണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ബോണസ് ഷെയർസിൽ ക്യാഷ് ബോണസ് എടുത്ത് ചോദിക്കാറുണ്ട്. അത് ഞാൻ പറയണു, ക്യാഷ് ബോണസ് എന്താണ് നിർബന്ധമായും നോക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, ബോണസും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് അത് നോക്കി വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഈ ടോപ്പിക്സിൽ നിന്ന് ഒരു 5-6 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അതിൻ്റെ മെത്തേഡ്സ്, ബോണസ് റൈറ്റ്, ബൈബാക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താണ്, അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് DRR ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗെയിൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഈ 4-5 ടോപ്പിക്സിൽ നിന്ന് 6 ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്നായിരിക്കും ചോദിക്കുക. അതുപോലെ തന്നെ അതിൽ ഒരു ചോദ്യം സം അഷ്വേർഡ്, വാട്ട് ഈസ് സം അഷ്വേർഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ചോദിക്കാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് എൻഡോമെന്റ് പോളിസി എന്താണ്, എൻഡോമെന്റ് പോളിസി എന്താണ്. ദെൻ സറണ്ടർ വാല്യൂ എന്താണ്, സറണ്ടർ വാല്യൂ. അതുപോലെ തന്നെ നേരത്തെ ചോദ്യം ആന്വിറ്റി എന്താണ്. ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററാണ് ലൈഫ് ഫണ്ട് എന്താണ്, ലൈഫ് ഫണ്ട് എന്താണ്. അപ്പോൾ ഇതൊക്കെ
നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ റീഇൻഷുറൻസ് എന്താണ്? റീഇൻഷുറൻസ് സെഡഡ്, ആക്സെപ്റ്റഡ്, ഇതൊക്കെ എന്താണ് അത് ചോദിക്കാറുണ്ട്. റീഇൻഷുറൻസ് സെഡഡ്, അതുപോലെ തന്നെ ആക്സെപ്റ്റഡ് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ 2 മാർക്സിൻ്റെ ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ, നിർബന്ധമായും പഠിക്കാം. ദെൻ നെക്സ്റ്റ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്താണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്താണ്? സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്താണ്? ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്താണ്? സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്, എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ. ദെൻ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, പിന്നെ ക്യാഷ് റിസർവ് റേഷ്യോ, ഇതൊക്കെ ബേസിക്സ് ആണ്, അത് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? ആ ചാപ്റ്ററിൽ തന്നെ. നെക്സ്റ്റ്, ഹോൾഡിംഗ് കമ്പനി എന്താണ്? അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ചിലപ്പോൾ ഗ്രൂപ്പ് കമ്പനി. അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനി എന്താണ്? ദെൻ നെക്സ്റ്റ് അതിൽ തന്നെയുള്ളതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്? പിന്നെന്താ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അതല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്? നിർബന്ധമായും പഠിക്കണം. പിന്നെ അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും മാറി മാറി വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ അതിൽ പ്രീ അക്വിസിഷൻ, ദെൻ നെഗറ്റീവ് ഗുഡ് വിൽ എന്താണ്? നിർബന്ധമായും പഠിക്കണം. നെഗറ്റീവ് ഗുഡ് വിൽ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്. ദെൻ ബേസിക് EPS, ഏർണിങ്സ് പെർ ഷെയർ എന്താണ്? ഡൈല്യൂട്ടഡ് EPS എന്താണ്? അങ്ങനെ ആ ഒരു ടോപ്പിക്ക്. ദെൻ നേരത്തെ ഞാൻ ബോണസിൽ വിട്ടുപോയൊരു ചോദ്യമുണ്ട്, റിവിഷണറി ബോണസ്, അതും കൂടിയും പറയണം കേട്ടോ. റിവിഷണറി ബോണസ് എന്താണ്? റിവിഷണറി ബോണസ് എന്താണ്? നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ബാങ്കിങ് കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം നേരത്തെ വിട്ടുപോയിട്ടായിരുന്നു. സ്ലിപ്പ് സിസ്റ്റം എന്താണ്? അതുപോലെ തന്നെ അതിൽ വിട്ടുപോയ മറ്റൊരു ചോദ്യമാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്താണ്? നോൺ ബാങ്കിങ് അസറ്റ്. അതുപോലെ തന്നെ NPA, നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണ്? NPA ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ പ്രീ അക്വിസിഷൻ, പോസ്റ്റ് അക്വിസിഷൻ നമ്മൾ പറഞ്ഞു. അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് എന്താണ്? ചോദിച്ചിട്ടുള്ളതാണ്. അഡ്ജസ്റ്റിംഗ് റിപ്പീറ്റ് അല്ല കേട്ടോ, ചോദിച്ചിട്ടുണ്ട് ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇവൻ്റ് എന്താണ്? പിന്നെ എക്സ് ഇൻട്രസ്റ്റ് എന്താണ്? കം ഇൻട്രസ്റ്റ് എന്താണ്? അപ്പോൾ ഒരുപാട് നമുക്ക് സജഷൻസ് നൽകാനുണ്ടെങ്കിൽ നമ്മൾ 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നമ്മളിപ്പോൾ നൽകി. നമ്മൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കുന്നു. 15 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മെജോറിറ്റി ഏകദേശം ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ ആയിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. എന്തൊക്കെയാണ്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്? അതിന്റെ മെത്തേഡ്സ് നോക്കുക. ബോണസ്, റൈറ്റ്, ബൈബാക്ക്, മൂന്നും എന്താണെന്ന് നോക്കുക. അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്,
ക്യാഷ് ബോണസ് എന്താണ്, റിവിഷണറി ബോണസ് എന്താണ്, ദെൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ലൈഫ് ഇൻഷുറൻസ് എന്താണ്, സം ഇഷ്യൂർഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ്, എൻഡോമെന്റ് പോളിസി, സറണ്ടർ വാല്യൂ, അനിറ്റി, ലൈഫ് ഫണ്ട്, റീഇൻഷുറൻസ് ആഡഡ്, അക്സെപ്റ്റഡ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, സബ്സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, ഡൗട്ട്ഫുൾ അസെറ്റ്സ്, SLR, CRR, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഹോൾഡിംഗ് കമ്പനി, ഗ്രൂപ്പ് കമ്പനി എന്ന് പറയും, സബ്സിഡിയറി, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, നെഗറ്റീവ് ഗുഡ്വില്, ബേസിക് EPS, ഡൈല്യൂട്ടഡ് EPS, സ്ലിപ്പ് സിസ്റ്റം, NPA, അഡ്ജസ്റ്റിംഗ് ഇവന്റ്, എക്സ് കം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.